സ്വാമി ശരണം. ക്ഷേത്രങ്ങളിലെ ചടങ്ങുകളിൽ പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ നൽകുന്നത് അവസാനിപ്പിക്കാൻ ആഭ്യന്തര വകുപ്പ് നീക്കം നടത്തുന്ന വാർത്തകൾ വന്നു. അത് നിങ്ങൾ അറിഞ്ഞു കാണും. ഈ ഗാർഡ് ഓഫ് ഓണർ തുടരണമെങ്കിൽ അതിന്റെ ചിലവ് ക്ഷേത്രങ്ങൾ വഹിക്കണം എന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കൂടാതെ തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രം, തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രം, എറണാകുളം ശിവക്ഷേത്രം, ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, തിരുവനന്തപുരം വെള്ളായണി ദേവീ ക്ഷേത്രം, തൃശൂർ ഊരകം അമ്മ തിരുവടി ക്ഷേത്രം തുടങ്ങി നിരവധി ക്ഷേത്രങ്ങളിൽ ഈ സമ്പ്രദായം തുടർന്നു വരുന്നുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലടക്കം പതിറ്റാണ്ടുകളായി തുടരുന്ന സമ്പ്രദായമാണ് ഈ ഒരു ഇതോടുകൂടി മുടങ്ങുക. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള തിരുവനന്തപുരം ശ്രീവരാഹം ശ്രീകുന്നാണ്ടൻ മഹാഗണപതി ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പിന് ഗാർഡ് ഓഫ് ഓണർ നൽകുന്നത് സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 5-ന് ഒരു യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിലെ തീരുമാനം എന്ന രീതിയിലാണ് പോലീസിന് നിർദ്ദേശം ആഭ്യന്തര വകുപ്പ് കൈമാറിയിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹയാണ് ഇത് സംബന്ധിച്ച കത്ത് പോലീസിന് നൽകിയിരിക്കുന്നത്. കത്ത് നിർദ്ദേശമായി പോലീസ് സ്റ്റേഷനുകളിലേക്ക് കൈമാറിയിട്ടുമുണ്ട്. രാജകുടുംബങ്ങൾ ക്ഷേത്രങ്ങൾ സർക്കാരിന് കൈമാറിയിരുന്ന കാലത്ത് ഒപ്പുവച്ച കരാറിൽ അതുവരെ പാലിച്ചു വന്ന ആചാര അനുഷ്ഠാനങ്ങൾക്ക് ഭംഗം വരുത്തരുത് എന്ന് വ്യവസ്ഥ ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് സുപ്രധാന ക്ഷേത്രങ്ങളിൽ എഴുന്നള്ളത്തിന് പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ തുടർന്നു വരുന്നത്. ഇതിനാണ് ഈ ഒരു സർക്കുലറോടുകൂടി മാറ്റം വരിക. നിലവിൽ ക്ഷേത്രങ്ങളിലെ എഴുന്നള്ളത്തിന് സുരക്ഷ ഒരുക്കുന്നതിനടക്കം പോലീസിന്റെ ചിലവുകൾ മിക്ക ക്ഷേത്രങ്ങളിലും ക്ഷേത്ര ഭാരവാഹികൾ തന്നെയാണ് വഹിക്കുന്നത് എന്ന് ഓർക്കണം. ശബരിമലയിലടക്കം പോലീസ് ഉദ്യോഗസ്ഥർ സുരക്ഷ ഉറപ്പാക്കാൻ നിൽക്കുന്നതടക്കം പൈസയും വാങ്ങി പോക്കറ്റിലിട്ടാണ്. ഇനി അതും പോരാ, ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി നടക്കുന്ന ചടങ്ങുകളിലും പൈസ വാങ്ങി പോക്കറ്റിലിട്ടാലേ ഞങ്ങൾ വരൂ എന്ന പിണറായി സഖാവിന്റെ പുത്തൻ തീരുമാനത്തിന് ശുദ്ധ പോക്കൃത്തരം എന്നല്ലാതെ മറ്റൊരു പേരില്ല. ഗാർഡ് ഓഫ് ഓണർ ഉള്ള പ്രധാന ക്ഷേത്രങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒന്നുകൂടെ സൂചിപ്പിക്കാം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, അവിടെ ഉത്സവങ്ങൾക്കും ആറാട്ടിനുമാണ് ഗാർഡ് ഓഫ് ഓണർ നൽകുന്നത്. പിന്നെ തിരുവനന്തപുരം വെള്ളായണി ദേവി ക്ഷേത്രമാണ്. അടുത്തത് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. പിന്നെ നമ്മുടെ പ്രശസ്തമായ തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രം, അതുപോലെ തന്നെ എറണാകുളം ശിവക്ഷേത്രം, പള്ളുരുത്തി അഴകിയകാവ് ക്ഷേത്രം, തൃശൂർ ഊരകം അമ്മ തിരുവടി ക്ഷേത്രം, തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രം എന്നിവയാണ്. ഇനി എന്തൊക്കെയാകും ഇനി ഈ ഒരു സർക്കുലറുമായി ബന്ധപ്പെട്ട വരാനിരിക്കുന്നത് എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദങ്ങളൊക്കെ ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ തൃശൂർ പൂരം ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നടത്താനില്ല എന്ന ഒരു നിലപാടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. കാരണം അത് അങ്ങനെയാണ് അവരോട് പറഞ്ഞിരിക്കുന്ന സർക്കുലറിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഹിന്ദു ഹൈന്ദവ സംസ്കാരങ്ങളെ തകർക്കാനുള്ള സർക്കാരിന്റെ ഈ നിലപാടുകൾ എന്തായാലും കണ്ണുകെട്ടി നിൽക്കാൻ ഹിന്ദുക്കൾ തയ്യാറല്ല എന്ന് മാത്രം ഓർപ്പിച്ച് നിർത്തുന്നു.